നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടി സംസ്ഥാനം. ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്രം ഒളിച്ചോടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കണക്ക് നൽകിയില്ല എന്ന വാദം തെറ്റ്. മോദി വയനാട്ടിലെത്തി 100 ദിവസം കഴിഞ്ഞിട്ടും 1 രൂപ പോലും നൽകിയില്ല എന്നും വിമർശനം. വിഴിഞ്ഞത്തിനായി സംസ്ഥാന സർക്കാർ കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. 817 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. നിബന്ധന പിൻവലിക്കണമെന്ന് സംസ്ഥാനം. പിന്മാറാനാകില്ല എന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. അധിക ബാധ്യത ചുമത്താനാണ് കേന്ദ്ര ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുവൈറ്റിൽ അനധികൃത ഒത്തുചേരലുകളിലോ പരിപാടികളിലോ പങ്കെടുക്കുകയോ ആഘോഷ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന പ്രവാസികൾക്കെതിരെ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. മുന്നറിയിപ്പുകൾ ലംഘിച്ചാൽ നാടുകടത്തലുണ്ടാകും. നടപടി സുരക്ഷ, ഗതാഗതക്കുരുക്ക്, പൊതുമര്യാദ എന്നിവയുമായി ബന്ധപ്പെട്ട്. കുവൈറ്റിൽ 1.5 ദശലക്ഷം ദിനാറിന് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലാഭത്തിന്റെ 15% നികുതി ചുമത്താനൊരുങ്ങി ധനകാര്യ മന്ത്രാലയം. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി 2025 മുതൽ സ്വദേശികളുടെയും വിദേശികളുടെയും സ്ഥാപനങ്ങൾക്ക് പുതിയ നികുതി ചുമത്തും. മുനമ്പം വിഷയത്തിൽ പരസ്യപ്രസ്താവന വിലക്കി ലീഗ് നേതൃത്വം. സമസ്തയിൽ 2 വിഭാഗങ്ങളില്ല എന്ന് ജിഫ്രി തങ്ങൾ. ഭിന്നത തീർക്കാനായുള്ള ചർച്ചയിൽ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുത്തില്ല. സമവായ ചർച്ച മാറ്റി. മുനമ്പം വിഷയത്തിൽ വിശദീകരണം തേടി ജുഡീഷ്യൽ കമ്മീഷൻ. ഫറൂഖ് കോളേജും റവന്യൂ വകുപ്പും വഖഫ് ബോർഡും വിശദീകരണം നൽകണം. വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റിൽ അനധികൃത ഒത്തുചേരലുകളിലോ പരിപാടികളിലോ പങ്കെടുക്കുകയോ ആഘോഷ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന പ്രവാസികൾക്കെതിരെ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. ഇത്തരം മുന്നറിയിപ്പുകൾ ലംഘിച്ചാൽ നാടുകടത്തൽ നേരിടേണ്ടി വരും. സുരക്ഷ, ഗതാഗതക്കുരുക്ക്, പൊതുമര്യാദ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഗതാഗതക്കുരുക്കിന് കാരണമായോ പൊതുമര്യാദ ലംഘിക്കുന്നതോ ആയ പൊതുമാർച്ചുകൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ തടയുക, കുവൈറ്റ് സമൂഹത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അനധികൃത ഒത്തുചേരലുകളിലോ പരിപാടികളിലോ പങ്കെടുക്കുന്നത് ശിക്ഷാർഹമാണ്. കുവൈറ്റ് നിയമങ്ങൾ പ്രവാസികൾ കർശനമായി പാലിക്കണം. ഔദ്യോഗിക അംഗീകാരമില്ലാത്ത പൊതുജാഥകൾ നടത്തിയാൽ കടുത്ത പിഴകൾ ചുമത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ലാഭത്തിന്റെ 15% നികുതി ചുമത്താൻ ധനകാര്യ മന്ത്രാലയം ആലോചിക്കുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി 2025 മുതലാണ് സ്വദേശികളുടെയും വിദേശികളുടെയും സ്ഥാപനങ്ങൾക്ക് പുതിയ നികുതി ചുമത്തുക. 1.5 ദശലക്ഷം ദിനാറിന് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലാഭത്തിന്റെ 15% നികുതി ഈടാക്കാനുള്ള കരട് നിയമമാണ് ധനമന്ത്രാലയം തയ്യാറാക്കിയിട്ടുള്ളത്. കുവൈറ്റ് ആസ്ഥാനമായി വിദേശത്ത് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്കും നികുതി ബാധകമായിരിക്കും. 2025 ജനുവരി 1 ശേഷമുള്ള ലാഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നികുതി ബാധകമാകുക. ഇതിന് താഴെ വരുമാനമുള്ള സ്ഥാപനങ്ങൾക്ക് തൽക്കാലം നികുതി ചുമത്തില്ല. 2027 മുതൽ കൂടുതൽ മേഖലകളിലേക്ക് നികുതി ചുമത്തൽ വ്യാപിപ്പിക്കും. ഇതിനു പുറമെ ലോയൽറ്റി, ഇൻഷുറൻസ്, ഡിവിഡൻഡ്സ്, ഇൻഷുറൻസ് പ്രീമിയം, സാങ്കേതിക സേവനങ്ങൾ മുതലായവ മേഖലകളിൽ നിന്നുള്ള വരുമാനത്തിന് പ്രവാസികൾക്ക് 5% നികുതി ചുമത്താനും കരട് നിയമത്തിൽ ശുപാർശയുണ്ട്. കുവൈറ്റിലെ എക്സ്ചേഞ്ച് കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തും. വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ ആണ് പുതിയ തീരുമാനം അറിയിച്ചത്. വിദേശ കറൻസി നോട്ടുകൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉപഭോക്താക്കൾക്കായി പണം കൈമാറുന്ന സേവനങ്ങൾ നൽകുന്നതിനോ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എക്സ്ചേഞ്ച് കമ്പനികൾ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിന് വിധേയമായി 3 വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കണം. ആവശ്യമായ സേവനം നൽകുന്നതിന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കണം. പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രാഥമിക അനുമതി നേടുന്നതിന് മന്ത്രാലയം മുഖേന കുവൈറ്റ് സെൻട്രൽ ബാങ്കിന് ഒരു അഭ്യർത്ഥന സമർപ്പിക്കണം തുടങ്ങിയവയാണ് ഈ വ്യവസ്ഥകൾ. അംഗീകാരം ലഭിച്ച തീയതി മുതൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകളും ആവശ്യകതകളും കമ്പനികൾ പാലിക്കണമെന്ന് പുതിയ തീരുമാനത്തിൽ വ്യക്തമാക്കി.
ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ UAE-യിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴയും മഞ്ഞും പൊടിക്കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വാഹനങ്ങൾ തമ്മിലുള്ള മതിയായ അകലം പാലിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. രാജ്യത്ത് ശൈത്യകാലം ആരംഭിച്ചു കഴിഞ്ഞു. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയത്. തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പൊതുമാപ്പ് സേവനങ്ങൾ തേടുന്ന കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ആശ്വാസകരമായ അനുഭവം നൽകുന്നതിനായി ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അൽ അവീറിലെ പൊതുമാപ്പ് ടെന്റിൽ കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലം തുറന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരവും വിനോദപരവുമായ അനുഭവങ്ങൾ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് ഇവിടം സജ്ജീകരിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് ഇവിടെ സമയം സുഖകരമായി ചെലവഴിക്കാനാകും. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതിയുടെ കാലാവധി ഡിസംബർ 31 അവസാനിക്കും. വിസ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവർ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ പൊതുമാപ്പ് സേവനങ്ങൾ ഉടൻ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ വീണ്ടും അഭ്യർത്ഥിച്ചു. ഇന്നത്തെ മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ആവർത്തിച്ച മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്രം ഒളിച്ചോടിയെന്ന് പിണറായി വിജയൻ. കേരളം കണക്ക് നൽകിയില്ല എന്ന വാദം തെറ്റ്. മോദി വയനാട്ടിലെത്തി 100 ദിവസം കഴിഞ്ഞിട്ടും ₹1 പോലും നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം. തപാൽ വിഭാഗത്തിലായിരിക്കും ശ്രുതി ജോലി ചെയ്യുക. സർക്കാർ ജോലിയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശ്രുതി ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പ്രതികരിച്ചു. രാവിലെ 11:30 LDF നേതാക്കൾക്കൊപ്പമാണ് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രുതി കളക്ടറേറ്റിലെത്തിയത്. റവന്യൂ വകുപ്പിലെ പരാതി പരിഹാര വിഭാഗത്തിൽ തപാൽ സെക്ഷനിലാണ് ശ്രുതിക്ക് നിയമനം. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ റവന്യൂ മന്ത്രി K. രാജൻ ശ്രുതിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. വയനാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാമെന്നറിയിച്ചു. എല്ലാവരോടും നന്ദിയുണ്ടെന്നും മുന്നോട്ടുള്ള ജീവിതത്തിന് സർക്കാർ കൈത്താങ്ങായതിൽ സന്തോഷമുണ്ടെന്നും ശ്രുതി പറഞ്ഞു. എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിട്ട് നിന്നു. സാറ് ഇനി വരുമ്പോൾ കാണാതെ പറഞ്ഞിട്ടുണ്ട്. സാറ് കുറെ അഭിനന്ദനങ്ങളും പറഞ്ഞു. എല്ലാവരോടും ഇന്നല്ല എല്ലാവരോടും നന്ദി പറയും. അടുത്ത ജോലിക്ക് വരാൻ തുടരാൻ പറ്റുമോ? അതോ കുറച്ച് സമയം റെസ്റ്റ് ആവശ്യം ഉണ്ടാവുക? ഓൾറെഡി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. കൂടുതൽ നടക്കാണ്ട് ഇരുന്നാൽ മതി. ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു. കുടുംബത്തിലെ 9 പേരാണ് അന്ന് ഒരുമിച്ച് മരണത്തിലേക്ക് ഒഴുകിപ്പോയത്. പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിശ്രുതവരൻ ജെൻസനും മരിച്ചു. അപകടത്തിൽ 2 കാലും ഒടിഞ്ഞ ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിൽ ബന്ധുക്കളോടൊപ്പമാണ് കഴിയുന്നത്. അമൃത ന്യൂസ്, വയനാട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനായി കേരളത്തിന് നൽകുന്ന 817 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരികെ നൽകണമെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. നിബന്ധന പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്മാറാനാകില്ല എന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് മറുപടി നൽകി. അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനത്തിൽ കേന്ദ്രം നൽകിയ 817 കോടി രൂപ ലാഭവിഹിതമായി തിരികെ നൽകണമെന്നാണ് കേരളത്തോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ കേരളമാകട്ടെ സാധാരണ വയബിലിറ്റി ഫണ്ട് കേന്ദ്രത്തിന് നൽകാറില്ല എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ തുറമുഖത്തിന് നൽകിയ ഫണ്ട് തിരികെ നൽകേണ്ടതില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്തു. സമാന രീതി വിഴിഞ്ഞം തുറമുഖത്തിനും സ്വീകരിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. എന്നാൽ തൂത്തുക്കുടി തുറമുഖം കേന്ദ്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനാൽ വിഴിഞ്ഞത്തോട് താരതമ്യം ചെയ്യാനാകില്ല എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു. 817 കോടി രൂപ എന്നത് ലാഭവിഹിതമായി മാറുമ്പോൾ 10,000 മുതൽ 12,000 കോടി രൂപ വരെയാകുമെന്ന് കണക്കുകൾ നിരത്തി കേരളം ചൂണ്ടിക്കാട്ടുന്നു. ഇത് ചെറിയ തുക മുടക്കി വലിയ ലാഭം കൊയ്യുന്ന നിലപാടാണെന്ന് കേരളം വിമർശിക്കുന്നു. മാത്രവുമല്ല, ഇതുവരെ വിഴിഞ്ഞത്ത് 70ഓളം കപ്പലുകൾ വന്നുപോയതിലൂടെ 50 കോടി രൂപ GST ഇനത്തിൽ കേന്ദ്രത്തിന് ലഭിച്ചു കഴിഞ്ഞു.
തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ തുറന്നു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ GST ഇനത്തിൽ ഈ തുക കേന്ദ്രത്തിന് തിരികെ കിട്ടും. അതുകൊണ്ട് തന്നെ വയബിലിറ്റി ഫണ്ട് തിരികെ വേണമെന്ന നിബന്ധനയിൽ നിന്ന് പിന്മാറണമെന്നാണ് കേരളം അഭ്യർത്ഥിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അയച്ച കത്തിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി നൽകിയിരിക്കുന്നത്. ഫണ്ട് തിരികെ നൽകണമെന്ന നിബന്ധനയിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. ഇതോടെ വിഴിഞ്ഞത്തിനായി അധിക തുക സമാഹരിക്കേണ്ട സ്ഥിതിയിലാണ് കേരളം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ കേന്ദ്ര സർക്കാർ പകപോക്കൽ നടപടി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരൂ എന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഴിഞ്ഞത്ത് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുമെന്ന് മന്ത്രി VN വാസവൻ. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് കേന്ദ്രം തരുന്നില്ല. അതേസമയം തൂത്തുക്കുടി പദ്ധതിക്ക് കേന്ദ്രം ഗ്രാന്റ് നൽകുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. അതും തിരിച്ചടവിന് പറയുന്നത് NBV ആണ്. അപ്പോൾ ആ തരത്തിൽ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ച് 12,000 കോടി രൂപയോളം വരാം എന്ന് സൂചിപ്പിച്ചു. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോൾ 1,240 കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ്. അത് ലോണിൻ്റെ യാതൊരു ഉപാധിയും. അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായൊരു സമീപനം സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി. ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ 70 കപ്പലുകൾ വന്നു. 1,47,000 കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അത് ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ദക്ഷിണേഷ്യയിൽ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നുപോയത് എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT നമുക്ക് കൈമാറുകയും ചെയ്യും. സമസ്തയിലെ ഭിന്നത പരിഹരിക്കാനുള്ള സമവായ ചർച്ച പാളി. ലീഗ് വിരുദ്ധ വിഭാഗം ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതോടെ യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. യോഗത്തിന് എത്താത്തവർക്കെതിരെ നടപടിയില്ല. ഒരുമിച്ച് ചേർക്കാനാണ് ശ്രമമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പരസ്യപ്രതികരണങ്ങൾ നടത്തരുത് എന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഭിന്നത പരിഹരിക്കാനായി സമസ്ത നേതൃത്വം വിളിച്ച സമവായ ചർച്ചയിൽ നിന്നാണ് ലീഗ് വിരുദ്ധപക്ഷം വിട്ടുനിന്നത്. ഇതോടെ സമവായ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. സമാന്തര സംഘടനാ സംവിധാനം ഉണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കാതെ നടത്തുന്ന സമവായ ചർച്ച പ്രഹസനമാണെന്ന നിലപാടിലായിരുന്നു ലീഗ് വിരുദ്ധ വിഭാഗം. എന്നാൽ ലീഗ് അനുകൂല പക്ഷ നേതാക്കൾ ചർച്ചയ്ക്കെത്തി. പരാതികൾ എഴുതി വാങ്ങിയ നേതൃത്വം പരസ്യ പ്രസ്താവനയ്ക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. അസൗകര്യം കാരണമാണ് ഒരു വിഭാഗം ചർച്ചയ്ക്കെത്താതിരുന്നതെന്നും മറ്റൊരു ദിവസം ചർച്ച നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു. അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക്, ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് അത് നടത്തുകയും ചെയ്യും. അങ്ങനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയും മുസ്ലിം ലീഗൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള ഭിന്നിപ്പില്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. പ്രശ്നം വഷളാക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. എന്നാൽ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സമവായം എങ്ങനെ ഉറപ്പുവരുത്താനാകുമെന്നതാണ് നേതൃത്വത്തെ കുഴക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സഫ ഗ്രൂപ്പ് സൗദി അറേബ്യയിൽ വൻതോതിൽ വിപുലീകരണത്തിനൊരുങ്ങുന്നു. സഫ ഗ്രൂപ്പിന്റെ സൗദി അറേബ്യയിലേക്കുള്ള വിപുലീകരണ പ്രഖ്യാപനം ജിദ്ദയിലെ വോക്കോ ജിദ്ദ ഗേറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. സൗദി ജം ആൻഡ് ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരുമടങ്ങുന്ന വേദിയിലാണ് സഫ ഗ്രൂപ്പിന്റെ വിപുലീകരണ പ്രഖ്യാപനം നടന്നത്. ജം ആൻഡ് ജ്വല്ലറി മേഖലയിലെ പ്രമുഖ പല ഗ്രൂപ്പുകളും സംഘടനകളും സഫ ഗ്രൂപ്പുമായി വിവിധ തലങ്ങളിൽ സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിംഗ്, ഡിസൈനിങ്, റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നീ തലങ്ങളിൽ വൈവിധ്യപൂർണമായ പ്രൊജക്ടുകളാണ് സഫ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജം ആൻഡ് ജ്വല്ലറി മേഖലയിലെ 3.5 പതിറ്റാണ്ടിന് അനുഭവ പരിജ്ഞാനമുള്ള സഫ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം അതിന്റെ ആഗോള വിപുലീകരണ പദ്ധതിക്ക് മുതൽക്കൂട്ടാകുമെന്ന്
സഫ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുസലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൗദി അറേബ്യയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ മേഖലയിലും അതുപോലെ തന്നെ ഹോൾസെയിൽ മേഖലയിലും നിർമ്മാണ മേഖലയിലും മാനുഫാക്ചറിംഗ് മേഖലയിലും അതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ട് അതോടൊപ്പം GCCയിൽ 100 സ്റ്റോറുകൾ എന്നാണ് ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് സഫ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഡയറക്ടർ അബ്ദുൽ കരീം കോൽത്തടി പറഞ്ഞു. 100 സ്റ്റോർ ഇൻ GCC എന്നുള്ളതാണ് നമ്മുടെ പ്രൊജക്റ്റ്. യുണീക്കായിട്ടുള്ള പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറി, അതിൻ്റെ ശ്രേണികളാണ് സൗദി അറേബ്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സഫ ഗ്രൂപ്പ് ലോഗോ പ്രകാശനം അൽ ഹാഷിദി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് ഫയദി അൽ ഹാഷിദി നിർവഹിച്ചു. സഫ ഗ്രൂപ്പിന്റെ സൗദി ബിസിനസ് പാർട്ട്ണർ ഷെയ്ഖ് ഷാഗ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഷെയ്ഖ് അലി സാലിഹി ബത്തർഫി അൽ കിൻഡിയുമായുള്ള കരാർ സഫ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുസലാമുമായി കൈമാറി. ബിൻ മഹഫൂസ് ഗ്രൂപ്പ് ചെയർമാൻ സാലിഹ് ബിൻ മഹഫൂസ് അൽ കിൻഡി, പ്രസിസ് മെറ്റൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഗനി സായിഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. സുൽഫിഖറോദായി, അമൃത ന്യൂസ്, ജിദ്ദ. മുനമ്പം വിഷയത്തിൽ വിശദീകരണം തേടി ജുഡീഷ്യൽ കമ്മീഷൻ. ഫറൂഖ് കോളേജും റവന്യൂ വകുപ്പും വഖഫ് ബോർഡും വിശദീകരണം നൽകണം. 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കമ്മീഷൻ മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയും സമരപ്പന്തലും സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. നോഡൽ ഓഫീസറായ തഹസീൽദാരും സംഘവും ഒപ്പമുണ്ടായിരുന്നു. വിഷയം പഠിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം ലീഗും സംഘടനകളുമായി സംസാരിച്ച് പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാനായാണ് ശ്രമിച്ചത്. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു. മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായി. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. സംഘപരിവാറിൻ്റെ ശ്രമം, അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം കുഞ്ഞാലി സാഹിബ് കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു. കാര്യം എന്താ, അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലേ? അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം. ആ പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. ഗവൺമെൻറ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുതന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം കൂടി കേട്ട് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു വിവാദത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ബില്ല് പാസ്സാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പലിൽ വരെ പ്രശ്നമുണ്ടാവും. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നല്ല ചർച്ചയെന്നും ജനങ്ങളെ കുടിയിറക്കരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. വഖഫ് ഭൂമി അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പരിഹാരം വൈകുന്നത് കൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നതെന്നും തങ്ങൾ പറഞ്ഞു. വ്യത്യസ്ത അഭിപ്രായമില്ല. ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ്. അത് നേതൃത്വം പറയുന്ന തീരുമാനമാണ് ലീഗിന്റെ അഭിപ്രായം. അല്ലെ ലീഗിന്റെ അത് ഓരോ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും, അത്രേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിലാർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന KM ഷാജിയുടെ അഭിപ്രായത്തെ പിന്തുണച്ച് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MP. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. KM ഷാജിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന പ്രസ്താവനയില്ല, അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യം, മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് എടുത്തിട്ടില്ലെന്നാണ്. ആ കാര്യം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു സംഗതിയിൽ വലിച്ചഴിക്കുന്നത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ട് നിങ്ങൾ ചോദിച്ച സമയത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട തങ്ങൾ
എടുത്തെഴുതുകയും അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സമൂഹത്തിൽ വിഭജനവും ഭീതിയും വളർത്തി മുസ്ലിം ലീഗ് വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടുകയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടാണ്. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ലീഗിന്റെ ഉന്നത നേതാക്കൾ തന്നെ പരസ്യമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. VD സതീശനും UDF-ഉം മുനമ്പത്തുകാരെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിർണായക തീരുമാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്തെ ഏത് RT ഓഫീസിലും ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാം. സ്ഥിരമായ മേൽവിലാസം എന്ന ചട്ടത്തിനാണ് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. കേരളത്തിൽ മേൽവിലാസമുള്ള ഒരാൾക്ക് ഏത് RT ഓഫീസിലും ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. മുൻപ് വാഹന ഉടമയുടെ RT ഓഫീസ് പരിധിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയാണ് ഇതോടെ മാറുന്നത്. സ്ഥിരമായ മേൽവിലാസം വേണമെന്നായിരുന്നു നേരത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചട്ടത്തിലുണ്ടായിരുന്നത്. ഇതിൽ മാറ്റം വരുത്തിയാണ് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുതിയ നിർദ്ദേശം പുറത്തിറക്കിയത്. പുതിയ മാറ്റത്തിലൂടെ തിരുവനന്തപുരത്ത് അഡ്രസ്സുള്ളയാൾക്ക് കാസർഗോഡ് സീരീസിലോ തിരിച്ച് കാസർഗോഡുള്ളയാൾക്ക് തിരുവനന്തപുരം സീരീസിലോ വാഹനം രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. ജോലികൾക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമായി ജില്ല മാറി താമസിക്കുന്നവർക്ക് പുതിയ തീരുമാനം ഏറെ ഗുണകരമാകുമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ. നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫൈനാൻഷ്യൽ ഗെയിൻ. ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും. പുതിയ ഉത്തരവനുസരിച്ച് സോഫ്റ്റ്വെയറിൽ ഉടൻ മാറ്റം വരുത്തും. പുതിയ മാറ്റത്തിലൂടെ നിലവിലുള്ള ഭാരത് സീരീസ് മാതൃകയിൽ കേരളത്തിൽ ഏകീകൃത രജിസ്ട്രേഷൻ സീരീസ് തുടങ്ങാനും ഇതുവഴി സാധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. അതായത് ഓരോ RTOയ്ക്ക് കീഴിലുമുള്ള വ്യത്യസ്തമായ രജിസ്ട്രേഷൻ സീരീസുകൾക്ക് പകരം സംസ്ഥാനത്തൊട്ടാകെ ഒറ്റ രജിസ്ട്രേഷൻ സീരീസ് നിലവിൽ വരുന്ന തരത്തിലുള്ളതാകും പുതിയ സംവിധാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി അമൃത ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. കൊല്ലം കോർപ്പറേഷനിലെ ഒരു പ്രദേശമാകെ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് ഒരു മാസം. വെള്ളത്തിനായി വിളിക്കുന്ന പ്രദേശവാസികളോട് കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ് അതിലും കഷ്ടം. തിരുവല്ലമാരത്തെ 2 കോളനികളിലാണ് കുടിവെള്ളം നൽകാതെ വാട്ടർ അതോറിറ്റി അധികൃതർ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇതാണ് തിരുമുല്ലവാരം ചരണശ്ശേരി തിരുവോണ നഗറിലെ കാഴ്ച. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ഈ കുടിവെള്ള പൈപ്പുകളിൽ വെള്ളം വന്നിട്ട് ആഴ്ചകൾ പലതായി. പരാതിപ്പെട്ടാൽ തെറിവിളിയും അധികൃതരുടെ ആക്ഷേപവും മാത്രമാണ് ഇവർക്ക് കേൾക്കേണ്ടി വരുന്നത്. കൊല്ലത്ത് അറബിക്കടലിൽ വെള്ളം ധാരാളമുണ്ട്. എന്നാൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന തിരുമുല്ലവാരം ചരണശ്ശേരി തിരുവോണ നഗറിലും ജയന്തി കോളനിയിലുമെല്ലാം കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ആഴ്ച 4 കഴിയുന്നു. പരാതി പറയാൻ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചാൽ ഉദ്യോഗസ്ഥരുടേത് നിഷേധാത്മകമായ മറുപടി. അത് ഞങ്ങളും കേട്ടു. പൊട്ടിക്കുന്നത് ഇല്ല, നിങ്ങളെ പോലെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ പൊട്ടിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും കാര്യം ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വെള്ളം കിട്ടാത്ത കാര്യം മാത്രം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ആദ്യം 50ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ഇവിടെ ദുരിതത്തിലായിരിക്കുന്നത്. അംഗൻവാടി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. ലഭിക്കുന്ന വെള്ളം പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ ബില്ല് കൃത്യമായി വരുന്നുണ്ട്. പ്രദേശത്തെ പൊതുകിണറാണ് ഇപ്പോൾ ഇവരുടെ ഏക ആശ്രയം. കിടപ്പുരോഗികളും കുട്ടികളും പ്രായമായവരുമടക്കം നിരവധി പേരാണ് ഇവിടെയുള്ളത്. ചുമട്ടുവെള്ളം കോരി ഇനിയും എത്ര നാൾ മുന്നോട്ടു പോകേണ്ടി വരുമെന്ന് ഈ പ്രദേശത്തുള്ളവർക്ക് ഒരു നിശ്ചയവുമില്ല. കുടിവെള്ളം ചോദിക്കുന്ന ഇവരെ കേട്ടാലറയ്ക്കുന്ന ആക്ഷേപം പറയുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ കൊല്ലത്തെ ഉദ്യോഗസ്ഥരോടാണ്. ഇനി എത്ര ആക്ഷേപം പറഞ്ഞാലും ഇവർ കുടിവെള്ളം ചോദിക്കുക തന്നെ ചെയ്യും. കാരണം അത് ഇവരുടെ അവകാശമാണ്. കുടിവെള്ളം കിട്ടുന്നതുവരെ ഇവർ സമരം ചെയ്യുകയും ചെയ്യും. കൊല്ലത്തുനിന്നും പ്രതിപാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്. Sharanamritam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമലയിലേക്ക് കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. സത്രം, പുല്ലുമേട് വഴിയും എരുമേലി പരമ്പരാഗത കാനനപാത വഴിയും 40,000-ഓളം ഭക്തരാണ് ഇതുവരെ ശബരിമലയിലെത്തി ദർശനം നടത്തിയത്. മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. ആഴ്ച അവസാനവും അവധി ദിവസങ്ങളിലുമായാണ് കൂടുതൽ ഭക്തർ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നത്. മണ്ഡലകാലം 20 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 40,000-ഓളം പേരാണ് ശബരിമലയിലേക്ക് കാനനപാത വഴി എത്തിയത്. സത്രം, പുല്ലുമേട് വഴിയും എരുമേലി കരിമല കാനനപാത വഴിയുമാണ് ഭക്തർ എത്തുന്നത്.
ഇതിൽ സത്രം പുല്ലുമേട് വഴിയാണ് ദിനവും കൂടുതൽ ഭക്തർ കടന്നു വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുൽമേട് വഴിയുള്ള യാത്ര. അല്ല, നീലിമലയായിട്ട് കുറച്ച് കഠിനാണ്, എന്നാലും കുഴപ്പമില്ല. അത് കുറേ ദൂരെ നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ 2 ദിവസം എടുത്താണ് നടക്കുന്നത്. ഇത് വലിയ ഇതില്ല, കുഴപ്പമില്ല. അതും ഇതും കൂടെ വെച്ച് നോക്കുമ്പം അതാണ് പാട്. ഇത് ടഫ് ഇല്ല, ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വരാം. ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അവർ കുടിക്കാൻ അവിടെ സർവേ ചെയ്യാൻ ആൾക്കാരുണ്ട്. കുഴപ്പമില്ല കാര്യങ്ങൾ. പിന്നെ നമുക്ക് അവിടെ പുൽമേടിൽ കഞ്ഞിയുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ കുഴപ്പമില്ല. പിന്നെ കടൽ ശനം കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാനനപാത വഴി എത്തുന്നവർക്ക് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഫോറസ്റ്റും പോലീസും ചേർന്നൊരുക്കുന്നത്. അവിടെ ടോക്കൺ പോലീസുകാരും ഓരോ ടോക്കൺ കൊടുത്ത് അവിടെ നിന്ന് ആൾക്കാർ സത്രത്തിന് പിന്നെ സീതക്കുളം, പിന്നെ 0 പോയിന്റ്, പുല്ലുമേട്, പിന്നെ കരുതക്കുഴി, പിന്നെ MGR താവളം, പിന്നെ ഇവിടെ പാണ്ടിത്താവളം. ഇവിടെ വരുമ്പോൾ ഇവിടെ ടോക്കൺ വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാവരും വൈകുന്നേരം എല്ലാം അതാണ്. തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത്. യാത്രയിലുടനീളം ഫോറസ്റ്റ് എക്കോ ഗാർഡുകളുടെ നിരീക്ഷണവും വനം വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. സത്രം പുല്ലുമേട് പാണ്ടിത്താവളം കാനനപാത വഴി അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇതുവഴി എത്തുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. പ്രമുഖ മലയാള നടിക്കെതിരെ വിമർശനം ഉന്നയിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനമൊരുക്കാൻ പ്രമുഖ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് മന്ത്രി. കലോത്സവത്തിലൂടെ വന്ന നടിക്ക് അഹങ്കാരമെന്നും പണത്തിനോട് ആർത്തി എന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം. വിഷയം ചർച്ചയായതോടെ പ്രസ്താവന പിൻവലിച്ച് മണിക്കൂറുകൾക്കകം വിശദീകരണവുമായി മന്ത്രി രംഗത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കട്ടനുയരും മുമ്പേ തലപൊക്കിയ വിവാദം. സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്തം ചിട്ടപ്പെടുത്താൻ കലോത്സവത്തിലൂടെ മലയാള സിനിമയിലെത്തിയ പ്രമുഖ നടിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിഫലമായി നടി 5 ലക്ഷം രൂപ ചോദിച്ചു. 10 മിനിറ്റ് വരുന്ന സ്വാഗതഗാനം കുട്ടികളെ പഠിപ്പിക്കാനാണ് നടി പണം ആവശ്യപ്പെട്ടതെന്നും നടിക്ക് അഹങ്കാരവും പണത്തിനോട് ആർത്തിയുമാണെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശന വാക്കുകൾ. ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി അവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നടൻ സുധീർ കരമനെ വേദിയിലിരുത്തിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. വിഷയം ചർച്ചയായതോടെ മണിക്കൂറുകൾക്കകം വിവാദ പ്രസ്താവന പിൻവലിച്ചു മന്ത്രിയുടെ യു-ടേൺ. ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട. അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. അതേസമയം നടി പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ കലാരംഗത്ത് നിന്നടക്കം സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും ചേർന്നാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കലോത്സവത്തിന് ഇത്തവണ തലസ്ഥാന നഗരി വേദിയാകും. ജനുവരി 4 മുതൽ 8 വരെയാണ് കലോത്സവം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 12ാം മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറന് ജയം. ഇതോടെ പോയിന്റ് നിലയിൽ ഇന്ത്യയുടെ ഡി ഗുകേഷും ഡിങ് ലിറനും ഒപ്പമെത്തി. ഇരുവരും 6 പോയിന്റുകൾ വീതം നേടി. ഇനി 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആദ്യം 7.5 പോയിന്റ് നേടുന്ന ആളാകും വിജയി. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മത്സരങ്ങൾ ഇരുവർക്കും നിർണായകമാണ്. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.